ഇതെന്തോന്ന്? ആദ്യം 2 പിച്ചാത്തി എടുക്കണം. പിച്ചാത്തിയോ? 2 എണ്ണം വേണോ? ഓ എന്നിട്ട് 2 ഭാഗത്ത് കുത്താം. 2 ഭാഗത്തെന്ന് വെച്ചാ 2 ഭാഗത്ത് ഇവിടെ നെഞ്ചത്താ? ആ പിന്നെ എന്നിട്ട് അതിന്റെ കരളെല്ലാം വലിച്ചു കളയണം. വലിച്ച് വെള്ളത്തിലിടണം അതിന്റെ ബ്ലഡ് കളയാൻ. എന്നിട്ട് മസാല ഇടണം. എന്നിട്ട് പൊരിക്കണം. എന്നിട്ട് അതാണ്ട് മയോണൈസ് സിറിഞ്ചിലെടുത്തിട്ട് എൻ്റെ ഈ ഭാഗത്ത് ചെയ്യണം. എന്നിട്ട് ടൊമാറ്റോ സോസ് ഈ ഭാഗത്ത്. എന്നിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. റോക്കറ്റ് ചിക്കൻ. അതൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ കാണുന്നു. ഓ യൂട്യൂബുള്ള കാരണം പിള്ളേർ ഓരോരോ സാധനങ്ങൾ കണ്ട് ഇപ്പൊ ഇത് ഉണ്ടാക്കണോ? ഇന്ന് ഉണ്ടാക്കണോ? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മേരെ അടുത്ത് പറയാം. അയ്യോ പറഞ്ഞ പിന്നെ സർപ്രൈസ് ആണ്. അപ്പൊ തൽക്കാലം നമുക്കിത് സീക്രട്ട് ആയിട്ട് വെക്കാം. എന്നിട്ട് അമ്മ തിരിച്ചു വരുമ്പോ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ? ഞാൻ ഇറങ്ങണേ. ഓ നീ പി സി പരീക്ഷിക്കന്നല്ലേ പോണു? ഒരുക്കത്തിനെന്താ കുഴപ്പം? ഇത്തിരി സൗന്ദര്യം കൂടി പോയ എന്റെ കുഴപ്പമാണ്. എന്തിട്ടാ പടി? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എക്സ്പെരിമെന്റാ? അപ്പൊ എന്നെ പറഞ്ഞു വിട്ടിട്ട് രണ്ടിനും എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ്? ഇല്ല, ഞങ്ങളൊന്നും ഇല്ല. നീ ഇവിടെ താളച്ചോട്ടി നിക്കല്ലേ, പോണ്ടെങ്കിൽ ഒന്ന് പോവാങ്ങോട്ട്. അവിടെ വെക്കുന്നത് ഇവിടെയല്ലേ വെക്കാറ്? അവിടെയല്ലേ പ്ലഗ് പോയിന്റ്. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നെ ഞാൻ പോയതിനു ശേഷേ ആശാൻ ഇതിൽ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യൊക്കെയുണ്ട്. അതങ്ങനെ എടുത്താൽ അടി കിട്ടും എന്റെ ഞാൻ എടുക്കും. ഫുഡിന്റെ കാര്യം എങ്ങനെ? ഫുഡിന്റെ കാര്യം ഞാൻ ഇന്നൊന്നും സമയം കിട്ടുന്നൊന്നും വെച്ചില്ല ചേട്ടാ. എന്തെങ്കിലും പുറത്ത് ഓർഡർ ചെയ്യും. ഇവിടെ ഒന്നും വെക്കാനോ നിക്കണ്ട കേട്ടാ. ഞാൻ ഇവിടെ വെച്ചോളാം. എനിക്കറിഞ്ഞൂടെ ഫുഡ് വെക്കാനായിട്ട്. ഇപ്പൊ എനിക്കറിയാത്ത ചേട്ടാ ഇവിടെ ഒന്നും വെക്കരുത്. എന്തേ? ഞാൻ പോയിട്ട് ഇവിടെ ഞാൻ എന്ത് വൃത്തിയാക്കിയാണ് ഇട്ടേക്കണെന്ന് കണ്ട് എത്ര നേരം പണിയെടുത്തെന്ന് അറിയാമോ? ഇനി ഞാൻ പോയിട്ട് ഇവിടെ മുഴുവൻ അലങ്കോലാക്കിട്ട് എന്റെ സ്വഭാവം മാറുവേ. പ്ലീസ്. ഇല്ല, വെക്കുന്നില്ല. 2 കൂടെ ഉണ്ടാക്കണ ഒരു ഭക്ഷണം ഒരിക്കും. പക്ഷെ കഴുക ഒരു 1500 പാത്രം കാണും. ഓ ആയിക്കോട്ടെ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ മതി. തിരുവനന്തപുരം വിട്ടുപോ. ചെറുക്കൻ ഇച്ചിരി കൂടി വരുന്നുണ്ട് കേട്ടാ. ചുമ്മാ ഞങ്ങള് ഈ കളികള് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിട്ട് അല്ലേ? സമയായി. ആയിക്കോട്ടെ. ചേട്ടാ നിന്നു പറഞ്ഞു, നീയല്ലേ പറഞ്ഞു എന്റെ അടുത്ത് എക്സ്പെരിമെന്റിന്റെ കാര്യം പറയുന്നത്. പിന്നെ നീ എക്സ്പെരിമെന്റ് അമ്മേടെ അടുത്ത് പറഞ്ഞു എന്തിനി? ഞാൻ അറിഞ്ഞില്ല. അമ്മ പോണു. എന്താടാ നിനക്ക്? ഞാൻ പോയിട്ട് വരട്ടെ. ഓ പറഞ്ഞ കേട്ടല്ല, ഞാൻ വരുമ്പോ എന്റെ അടുക്കളയും കാണും മോശമാക്കി ഇട്ടാ. ഞാൻ ഫോണേ കാണുള്ളൂ, അല്ലെങ്കിൽ ടി വി കാണും. കള്ള ലക്ഷണം. എന്തോ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി അമ്പാടി. അമ്മ വരുമ്പോ ഈ വീടും അച്ഛനും ഇങ്ങനെ തന്നെ ആക്കി വെക്കണം. തലതിരിച്ച് വെക്കരുത് കേട്ടാ. നീ ഇന്ന് സമയം കളയാതെ എല്ലാം നോക്ക്. ഫാഷൻ ഷോ തുടങ്ങേണ്ട സമയം ഉണ്ടാവും. ഫാഷൻ ഷോ? അയ്യോ, ഡ്രസ് കണ്ടപ്പോഴും പെട്ടെന്ന് തോന്നിയത്. പി സി പരീക്ഷ ചൊല്ലി. അയ്യോ കളിയാക്കല്ലേ മനുഷ്യ. കുശുമ്പാണെന്ന് എനിക്കറിയാം. പോയിട്ട് വരട്ടെ. അമ്മ ഫാഷൻ ഷോയ്ക്ക് പോയത്. പോയടാ. അപ്പൊ ഇനി എന്തിട്ട് പരിപാടി ഇവിടെ? ചിക്കൻ മേടിക്കണ്ടേ? ഓ ചിക്കൻ വാങ്ങണം. അച്ഛൻ പേഴ്സ് എടുക്കട്ടെ. പിന്നെന്താ എന്തോന്ന് ഇൻഗ്രീഡി? മസാലയും സവാളയൊക്കെയാണോ? ഓ അതും വാങ്ങാം നമുക്ക്. ആദ്യം അടുക്കളയിൽ പോയിട്ട് അതൊക്കെ അവിടെ ഉണ്ടോ നോക്കാം നമുക്ക്. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതില് മസാല ഇതിലെന്ത്? സവാള ഉണ്ട്, ഉള്ളിയുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ചിക്കൻ മാത്രം വാങ്ങിച്ചാൽ മതി. ചിക്കൻ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിൽ വെച്ചാലാ. ഇതില് ചിക്കൻ വെക്കാം അല്ലേ? ഇതില് മസാല ഉണ്ടാക്കാം. ഇതെന്ത്? ഇതെന്തിനാ ഇത് എടുത്ത് ഇവിടെ വെച്ച്? പറടാ. അമ്മ ഇത് ഇവിടെ വെച്ചാണ്. പിന്നെ ഇത് ഇവിടെ നടന്നിറങ്ങി വന്ന് ഇവിടെ വന്നിരുന്ന നോക്ക്. തലക്ക് നോക്ക്.
അനിയ അച്ഛൻ്റെ കൂടെ അല്ലേ എന്നത്? ഇത് തൊട്ടാ കൈ പൊള്ളു, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറഞ്ഞത് ഇത് തൊടാൻ പാടില്ലാന്ന്. അനിയ അച്ഛൻ്റെ കൂടെ അല്ലേ എന്നത്? പിന്നെ ആരും ഇത് ഇവിടെ എടുത്തോണ്ട് വന്ന് വെച്ച് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാവോ? എനിക്കറിഞ്ഞൂടാ. അവിടെ ശബ്ദം ഇതാര് തട്ടിട്ടു? നീയാണാ? അല്ല അച്ഛൻ മണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ അല്ലേ വന്നത്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? പ്രേതമായിരിക്കുമോ ചിലപ്പം. കംപ്ലീറ്റ് ഫോട്ടോ എടുത്തത് ആരെ ഇട്ടേക്കുന്നു? ഈ റൂമിനകത്ത് ആരോ ഉണ്ട്. പിന്നെ പ്രേതമായിരിക്കും. പ്രേതമൊന്നുമല്ല, ആരോ ഉണ്ട് കേട്ടാ. നോക്കാമല്ലേ കള്ളന്മാര് നല്ല സംശയം. എന്നാ ചവിട്ടിച്ച് കത്തി വെച്ച് കുത്താം. കള്ളനെയാ? അമ്മ നല്ലത് കിട്ടും. ഇതാരിവിടെ ഇപ്പൊ താഴെ ഇട്ടത്? ഇതാര് പൈപ്പൊക്കെ തുറന്നിട്ടത്? ഇത് എന്നെ കുറ്റം പറയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് വന്നത്. അല്ല അമ്പാടി, ഇതൊക്കെ ആര് ഓണാക്കിയത്? ഇതെന്ത്? ഇതിപ്പോ തുറന്നു വെച്ചേക്കുന്നു. നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരല്ലേ? നമ്മളെ വീട്ടിൽ ഗോസ്റ്റ് ഉണ്ടോ? ഗോസ്റ്റാ? ചിലപ്പോ ഗോസ്റ്റ് ഇരുട്ടുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതൽ. അടുക്കളയിൽ അവിടെ എന്തോ ഒരു ശബ്ദം. സംഭവിച്ചത്? അയ്യോ, ഇതൊക്കെ ചുമരിലിരുന്ന ഫോട്ടോസ് അല്ലേ? ഇവിടെ ആരോ ഉണ്ട് കേട്ടാ. എനിക്ക് പേടിയാണ്. ഞാൻ പോണു. നീ എവിടെ പോണില്ലേ? അവിടെ ആരാ വന്ന്? ഹായ് കൊരങ്ങച്ചനാ? ജസ്റ്റ് എന്ന് പറയടാ. അച്ഛതെ ജസ്റ്റ് വന്നു. ജസ്റ്റിനാ? മാമെന്ന് പറയടാ. അച്ഛൻ്റെ മാമൻ വന്നു. അച്ഛന്റെ മാമനാ? നിന്റെ മാമൻ? അല്ലടാ, എന്താ പ്രശ്നം? നമ്മളെ വീട്ടില് ഒരു ഗോസ്റ്റ് വന്നു. അത് അച്ഛന്റെ ബന്ധുവാണോ അമ്മയുടെ ബന്ധുവാണോ? ഗോസ്റ്റ് എന്ന് വെച്ചാൽ ആത്മാവാണ്, പ്രേതം. പ്രേതോ? മോനെ അരി മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. കൂട് പ്രേതമൊന്നും ഇല്ലടാ. നീയാവൂലേ ചെക്കന് മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞെടുത്ത്? ഞാൻ പറഞ്ഞു കൊടുത്തൊന്നല്ല. നീ എന്തുട്ടിപ്പോ കാലത്ത് വരാൻ പറഞ്ഞത്? ഇവിടെ ഗോസ്റ്റിനെ പിടിക്കാൻ. ഗോസ്റ്റിനെ പിടിക്കാനാ? നായിനെ പിടിക്കുക, പാമ്പിനെ പിടിക്കാന്നൊക്കെ ഉണ്ട്. ഗോസ്റ്റിനെ പിടിക്കാന്ന്. എടാ, ഇവിടെ രാവിലെ തന്നെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ. എന്താ നീ കാർത്ത വല്ല പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമില്ലാന്ന്. അവള് ഇപ്പൊ PC പരീക്ഷയ്ക്ക് പോയിക്കാണ്. അതാണോ നിന്റെ പ്രശ്നം? എടാ അതല്ലാന്ന്. ഒരു അതില് വെള്ളം തിളച്ചോണ്ടിരിക്കുന്നു. അടുക്കളയിലിരുന്ന് തന്നെ ഇരുന്ന് വെള്ളം കാത്തു പോകുമ്പോ വെച്ചിട്ട് പോയിണ്ടാവും. അപ്പൊ തന്നെ കെറ്റിലാകുമ്പോ തന്നെ തിളക്കില്ലേ? എടാ, കാത്തു പോകുമ്പോ വെച്ചിട്ട് പോയതല്ലാന്ന്. കെറ്റില് മുകളിലിരിക്കായിരുന്നു. ഞാനൊന്നുമല്ല, എനിക്ക് വെള്ളത്തിൽ ഇട്ടിച്ചെടുക്കാൻ പോലും എനിക്ക് ആരോഗ്യമില്ല. ഇവനൊന്നും അല്ലടാ. അടുക്കളയിൽ നിൽക്കുമ്പോ അവിടെ ഇരുന്ന് കെറ്റിലെ വെള്ളം തിളക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരാണ് വെച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവനായിരിക്കും വെച്ചതെന്ന്. അപ്പൊ എന്റെ വീടിന്റെ അകത്ത് ബെഡ്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അവിടെ ചെന്നപ്പോ അവിടെ ഫ്ലവർ വൈസ് ഒക്കെ തല്ലിപ്പൊടിച്ചിട്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഹാളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. അവിടുത്തെ ടാപ്പ് തന്നെ തുറന്ന് വെള്ളം പോകുന്നു. ചുറ്റും നോക്കുമ്പോൾ വീടിനകത്ത് ഓരോരോ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുമ്പ് ഇരിക്കണ്ടായിരുന്ന മറ്റേ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്റെ കോണിപ്പടിയുമ്പോൾ പരിപാടിയായിട്ട് നിരത്തി വെച്ചാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവനാന്ന് വിചാരിച്ചു. അല്ലടാ, ഇവന് കയ്യെത്താത്ത സ്ഥലത്തെ ഫോട്ടോസ് പോലും ഈ കോണിപ്പടിയുമ്പോൾ നിരത്തി വെച്ചേക്കുന്നത്. പൂച്ചയും പട്ടിയാണല്ലോ ചുമരുമ്പ് ഇരിക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് നിരത്തി വെക്കണതും ഈ ടാപ്പ് തുറന്ന് വെള്ളം ഇടുന്നതും ഫാൻ ഇടുന്നതും ലൈറ്റ് ഇടുന്നതും ഒക്കെ അകത്ത് കിച്ചണിലും ബെഡ്റൂമില് സകല സ്ഥലത്തും. അത് വില കള്ളന്മാരെ നീ 24 മണിക്കൂർ ഫോൺ കുത്തിട്ട് വാതിൽ തുറന്നിട്ടിരിക്കല്ലേ? അപ്പൊ കള്ളന്മാര് കയറില്ലേ? ഞാൻ ബാത്റൂമിൽ പോയപ്പോ അത് ഡോർ അടച്ച്. അച്ഛനാണെങ്കിൽ ഡോർ അടയ്ക്കുമ്പോ ഞാൻ ഇങ്ങനെ ആക്കുമ്പോ അച്ഛൻ വരും. ഇത് അതും കേട്ടില്ല.
അത് സംഭവം എന്നിട്ടാണ് ആ. ഞാനൊന്നും അല്ലാന്ന് സംഭവം എന്നിട്ടാന്ന് ഇവരും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ റൂം നോക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ പേടിച്ചിട്ടാന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി. ആ സമയത്തുണ്ട് ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. പിന്നെ ബാത്റൂമിന്റെ ഡോർ വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോയി. അത് വല്ല സൈക്കോ കള്ളന്മാരായിട്ട് നിങ്ങളായിട്ട് വട്ടം ചുറ്റിച്ചിട്ട് അവരടിച്ച് മാറ്റിട്ട് പോകും. കള്ളന്മാരെന്ന് പറഞ്ഞ സാധനം വീടിനകത്തില്ല. ഞാൻ വീടിന്റെ മൊത്തം അടിച്ച് പറിക്കും. നീ കൂടി വന്നു. പിന്നെ എന്തുടാ നീ പറയണത്? അതിലേ ഞാൻ പറഞ്ഞ ഗോസ്റ്റ് ആണ് ഗോസ്റ്റ്. ഗോസ്റ്റ് പട്ട പകല് ഗോസ്റ്റ് വരല്ലേ രാത്രിയൊക്കെ പറയണെന്ന് വെച്ചാൽ രസം ഇതൊക്കെയാ. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് എന്തോ ശബ്ദം കേട്ടു. അതാ കള്ളനാവും. കണ്ട ഇത്ര നേരം ഇവിടെ ഈ സ്റ്റെപ്പ് മുഴുവൻ ഓരോ ഫോട്ടോസ് ഇരിക്കണ്ടായതാണ്. ഫോട്ടോസ് അല്ല ചുമരും ഇരിക്കുന്നു. ആ ചുമരും ഇരിക്കണതല്ലാന്ന് നേരത്തെ അത് ഇവിടെ ഇരിക്കായിരുന്നു. കണ്ട ഇപ്പൊ ഇത്ര തന്നെ ശബ്ദം കേട്ടാ. നമുക്ക് പോയി നോക്കാം. ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചിണ്ടായതാണ്. ഇതിപ്പോ തട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട്. ഈ കഥവും തുറന്നിട്ട് അളിയന് പെങ്ങളും കൂടെ ഇവിടെ പോയിരിക്കുന്നത്. ഒന്നാമത് കള്ളന്മാരുള്ള സ്ഥലമാണ്. ആ താഴെ ശബ്ദം കേൾക്കുന്നുണ്ട്. കള്ളപ്പ പോയിണ്ടാവില്ല. പോണം. ഇത് നിന്റെ അളിയനല്ലടാ. ഇതൊക്കെ ചെയ്തത് അളിയാ. അളിയനായിരുന്നാ? ഞങ്ങള് പേടിച്ചു പോയി അല്ലേ? അല്ല ഞങ്ങൾ മുകളിലായിരുന്നേ. അതിരിക്കട്ടെ, നിങ്ങൾ മുകളിലെ താഴെ നിൽക്കുക. എന്നെ കണ്ടപ്പോൾ പേടിക്കേണ്ട കാര്യം തോന്നുന്നു. അല്ല നമ്മളിവിടെ ഈ എന്താ അളിയാ വിശേഷം? വിശേഷം ഒന്നുമില്ല. എനിക്കൊരാളെ കാണണമായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയുന്നുള്ളൂ. അവളവിടെ PXC എക്സാം ഇല്ലേ പരീക്ഷ? നീ എന്തായാലും ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേടേ? ആളിയാളിയാ നമ്മളൊരു അത്യാവശ്യം കിട്ടാം. ഒരു അത്യാവശ്യം സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയാ. ഞാൻ വിളിച്ചു വരുത്തിയാ. അതിനല്ലേ ഞാൻ ഉള്ളത്. എന്നെ വിളിച്ചുകൂടി? ആണ് പെട്ടെന്ന് വിളിക്കാൻ പറ്റിയ അവനാണല്ല. മാമ ഇവിടെ ഒരു പ്രേതം വന്നു. ആ ഇവിടെ ഒരു പ്രേതം കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ഉടനെ എന്നെ ഒഴിപ്പിക്കും അതിന്. അതല്ല മാമ, ശരിക്കുള്ള പ്രേതം. ശരിക്കുള്ള പ്രേതം? ഇത് അവന്റെ വണ്ടിയല്ലേ ജസ്റ്റിന്റെ? ഇവ ഇവിടെ വന്നാ? ഞാൻ അങ്ങോട്ട് പോയ സമയത്തിന് ഇങ്ങനെ വിളിച്ചു വരുത്തി രണ്ടെണ്ണം കൂടെ കള്ളുകൂടിയായിരിക്കും ഇതിനകത്ത്. കുറെ നാളായിട്ട് ഞാൻ ഇവനെ നോക്കി വെക്കുകയാണ്. ശരിയാക്കി വേണ്ട, ഫ്രണ്ടിൽ കൂടെ പോയാൽ ശരിയാവൂല. എന്നെ കാണുമ്പം മുങ്ങിക്കളയും. പിന്നെ ഞാൻ പുറത്തുറ പോവാം, എന്നിട്ട് ശരിയാക്കി തരാം. വളയൻ ആളെ മനസ്സിലായില്ല. ഇല്ലെന്ന്. പക്ഷെ ഇവിടെ ആരും ഉണ്ട് കേട്ടോ, ഉറപ്പത്. ആരോ അല്ല, ചാത്തൻ ചാത്തൻ കുട്ടിച്ചാത്തൻ. അവൻ തന്നെ കുട്ടിച്ചാത്തൻ. ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ആരെങ്കിലും പറഞ്ഞു? കുട്ടിച്ചാത്തൻ വന്നിട്ടല്ല എന്റെ വീട്ടിൽ ഫോട്ടോ എടുത്ത് മാറ്റി വയ്ക്കാൻ പോകുന്നു. എന്റെ പൊന്നളിയാ, കുട്ടിച്ചാത്ത എല്ലാം ചെയ്യും. ഈ വിശ്വസിക്കുന്നു പറയുന്നത് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇത് കുട്ടിച്ചാത്തൻ ഫോട്ടോ മാറ്റി വെക്കണം. ഫോട്ടോ മാറ്റി വെക്കണല്ല, കല്ലെടുത്തെറിയണത്. ആരെ കല്ലെടുത്തെറിയും? കുട്ടിച്ചാത്ത ഭയങ്കര ഏറാണ്, ഭയങ്കര ഉന്നമാണ്. ഇവനെ ഞാൻ കൊല്ലും. അളിയ അളിയ ഞാൻ പറയുന്ന കാര്യം. അളിയ പത്രത്തിൽ വരെ വന്നു ചാത്തനേറെന്ന് പറഞ്ഞു. അളിയ വായിച്ചില്ലേ? ഇവിടെ തിരുവനന്തപുരത്ത് പത്രത്തിൽ വന്നെന്ന്. ഏത് പത്രമൊന്നും എനിക്ക് ഓർമ്മയില്ല. ചാത്തനേറിനെ പോലും കല്ലെടുത്ത് പടപടാതെ വീട്ടിന്റെ മണ്ടയിൽ കൂരയിലെറിയും. ഈ തലയിൽ ഭ്രാന്ത് ചാത്തന്. ചാത്തന്റെ ജോലി അതല്ലേ, ചാത്തന്റെ ഹോബി അതാണ്. എന്നിട്ട് പാത്രം എടുത്ത് വെളിയിൽ ചാത്തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്നറിയാം? വീട്ടിന്റെ വെളിയിൽ നിന്നിട്ട് നല്ല കണ്ണാടി ജനലോട്ടല്ല, അതിൽ ആ ചില്ലില് കല്ലെടുത്ത് അവിടെ ശബ്ദം കേട്ടില്ലേ? അളിയോ അളിയാ കേട്ടു കേട്ടു. ഞാൻ പറഞ്ഞില്ലേ മാതിരി കഥ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ കേട്ടാ? അല്ല, കഥ പറഞ്ഞല്ലേ, ഇത് ഉള്ളതാണ്. ഇത് ചാത്തൻ തന്നെ. അളിയാ ചാത്തനാണോ മറുതയാണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തോ ഉണ്ട്.
ഒന്നുകൊണ്ടും പേടിക്കണ്ട പേടിക്കണ്ട അളിയ ഞാനുണ്ട്. ഞാൻ ഇതുവരെയ്ക്ക് ചാത്തനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കണ്ടോട്ടെ. മാമ പോ. മറുതാ മോളതല്ല മോളെ. നിങ്ങൾ നാളെ ഇവിടെ നീ എന്തിനാ പേടിപ്പിക്കാണ്ട് ഇവിടെ വന്നത്? നിങ്ങൾ നാളെ ഇവിടെ എന്തോ നീയായിരുന്നു? ചാത്തൻ ചാത്തൻ ഓ ചാത്ത സാധനം വല്ലതും ആയിരിക്കും അല്ലേ അടിച്ചത്? കുട്ടിച്ചാത്ത ഞാൻ അങ്ങോട്ട് വരട്ടെ. ശരിയാക്കി തരാം. ചേട്ടാ ചേട്ടൻ ഇതിന് കൂട്ടി നിൽക്കുകയാണല്ലേ? എടി അതല്ല ഈ വീട്ടിലെ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് പിടിക്കപ്പെട്ടതിനെ മേലെ പറ്റിക്കാൻ നോക്കണല്ലേ? എടി നമ്മളറിയാതെ ഈ വീടിനകത്ത് പലതും നടക്കുന്നുണ്ട്. ഇവിടെ ആരോ ഉണ്ട്. ആരോ പിന്നെ അയ്യോ ആരോ അപ്പൊ കുട്ടിച്ചാത്തല്ല കള്ളനാണ്. കള്ളനാ? എന്നാ പോലീസിനെ വിളിക്ക്. ഫോൺ അവിടെ എന്തിനാ പോലീസിനെ വിളിക്കണേ? കടിയം വരെ 3 ആണുങ്ങൾ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ പോലീസ്? 3 അല്ല 4, ഞാനും ഉണ്ട്. ആ അതെ വാ ഇടിച്ചു പൊളിക്കണം കേട്ടാ, ഇടിച്ചു പൊളിക്കണം. അവിടെ നീ എന്തോ ഇടിച്ചു പൊളിക്കാൻ അവന്റെ ആയുധോടെ നീ എന്ത് കളരെ കരാട്ടല്ല അറിയാടാ കരാട്ടൊക്കെ പഠിച്ചവനാണ്. പതുക്കെ എന്റെ അളിയ പതുക്കെ. വല്ല കത്തിയൊക്കെ കാണൂട്ടാ. നിങ്ങൾ വരണോ? എടി കൊച്ചിന് നോക്കേട്ടാ. അനക്കമുണ്ട് റൂമിൽ കയറി വാതിലടച്ചെന്ന് തോന്നുന്നു. അതെ അടിക്കണ്ട ചത്തു പോകുന്നു. അടിക്കണ്ടെന്ന് എന്റെ സഹോദരിയുടെ വീട്ടില് ഒട്ടിക്കാൻ കയറുവാ നീ. ഞാനൊരു കാര്യം പറയട്ടെ. അയ്യോ സിദ്ധു അളിയന്റെ അനിയേ നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്ന് രാവിലെ വന്നതാ ബാംഗ്ലൂരിൽ നിന്ന്. എന്റെ പൊന്നടി എന്തൊരു ഇടിയിടിച്ച്. ഞാൻ ഉണ്ടായിട്ട് 10 കൊല്ലം നേർച്ച വഴിപാട് നടത്തിയിട്ട് എന്റെ അമ്മയ്ക്കും അച്ഛനും കൂടി കിട്ടിയാണ്. എന്ത് പറ്റിയാടാ നീ എന്ത് ചെയ്ത്? ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഒരു പ്രാങ്ക് സെറ്റ് ചെയ്തതാ. സർപ്രൈസാ? എന്തോ സർപ്രൈസ്? ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ വന്നതല്ലേ, അപ്പൊ നിങ്ങക്ക് വെറുതെ ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് വെച്ച് ഒരു പ്രാങ്ക് വീഡിയോ സെറ്റ് ചെയ്തതാ. പ്രാങ്ക് വീഡിയോ യൂട്യൂബില് നോക്കി, അതാണ് ക്യാമറ. അയ്യോ പാവം ഇടിച്ചൊന്നും ഇല്ലല്ലോ ലാലിയ. വെറുതെ ചുമ്മാ നമ്മളും പ്രാങ്ക് ചെയ്താണ്. ഹലോ ഗൈസ്, നമ്മുടെ ഈ പ്രാങ്ക് പൊളിക്കൂ ഗൈസ്. ഇനി ആശുപത്രിയിലൊക്കെ പോയി തിരിച്ചു വന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മോളെ ജ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ കലക്കി കൊടുക്കും. എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കൂ മക്കളെ, ഞാൻ എടുക്കടാ. അയ്യോ